ഇന്നത്തെ യാത്ര കാറിലായത് നന്നായി, അല്ലെങ്കിൽ ശക്തമായ ഈ മഴയിൽ പെട്ടുപോയേനെ. ഇന്ന് ഓഫീസിൽ ശമ്പള ദിവസമാണ്. സേഫിന്റെ ഒരു താക്കോൽ എന്റെ കൈവശവും. അതുകൊണ്ട് 10 മണിക്ക് മുമ്പ് തന്നെ ഓഫീസിൽ എത്തേണ്ടതുണ്ട്. ഇനിയൊരു 5 മിനിറ്റ് ദൈർഘ്യമേ ഉള്ളൂ. വാച്ചിൽ അരമണിക്കൂർ കൂടി സമയമുണ്ട്. അപ്പോഴാണ് കാറിന്റെ മുന്നിൽ ഒരു സ്കൂട്ടറിൽ ഒരു സ്ത്രീയും മകളും അവരുടെ സ്കൂട്ടർ പെട്ടെന്ന് നിന്നിരിക്കുന്നു. എനിക്ക് വാഹനം മുന്നോട്ട് എടുക്കുവാനും സ്ഥലമില്ല. അപ്പോഴേക്കും പിന്നിൽ നീണ്ട ഹോൺ മുഴങ്ങുവാൻ തുടങ്ങി. ആ സ്ത്രീയും മകളും വണ്ടി നീക്കാൻ നോക്കിയിട്ട് ആകുന്നുമില്ല. എനിക്ക് ധൃതി ഉള്ളതുകൊണ്ട് അവരുടെ സ്കൂട്ടർ തള്ളിമാറ്റി സഹായിക്കാം എന്ന് വിചാരിച്ചു. ഡോർ തുറന്ന് ചാടിയിറങ്ങി സ്കൂട്ടർ തള്ളി ഒരു വശത്തേക്കാക്കി. ഓടി കാറിൽ കയറുവാൻ ഒരുങ്ങുമ്പോൾ, മകളെ ഒന്ന് കോളേജിൽ വിടാമോ, ഇന്നൊരു എൻട്രൻസ് ഉണ്ടവൾക്ക്, ആ സ്ത്രീ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. എന്തെങ്കിലും പറയും മുമ്പേ അവരും അയാളോടൊപ്പം കാറിന് സമീപമെത്തി. ആകട്ടെ, നിങ്ങൾ വേഗത്തിൽ കയറും. അമ്മയെയും മകളെയും കോളേജിൽ എത്തിച്ച് തിരിച്ചു ഓഫീസിൽ എത്തുമ്പോൾ അരമണിക്കൂർ ലേറ്റായി. ഓഫീസിന്റെ പടി കയറി ചെല്ലുമ്പോൾ ചുവന്ന ഉക്കൻ കണ്ണുകളോടെ സഹപ്രവർത്തകരെയും ശമ്പളം വാങ്ങാൻ എത്തിയവരെയും കാണാം. മേലുദ്യോഗസ്ഥർ മാറി മാറി ശകാരിച്ച് അയാളുടെ ചെവി പൊട്ടിച്ചു, നാണക്കേടിൽ കുളിപ്പിച്ചു. എല്ലാവരും കേൾക്കുന്നുവെന്ന ഒരു വിചാരം പോലും ആർക്കും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഓഫീസ് ജീവിതത്തിൽ ആദ്യത്തെ വീഴ്ചയും ആദ്യത്തെ ശകാരവും ആയിരുന്നു അത്. ജീവിതത്തിൽ വിപരീത ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ തളർന്ന് പോകാതിരിക്കുക. കണക്ക് നോക്കാതെ സ്നേഹിക്കാനും കഷ്ടം സഹിച്ച് കരുതാനും നമ്മുടെ നോമ്പ് അനുഭവങ്ങൾ നമ്മെ തുണയ്ക്കട്ടെ.